ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ അവിടുത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് അദ്ദേഹം പറയാൻ വേണ്ട സാഹചര്യം ബോബി ചെമ്മണ്ണൂരിനെ പറ്റി പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റ് ഇതുപോലൊരു കഥാപാത്രമായിരുന്നെന്നും അദ്ദേഹത്തിന് ആ സമയത്ത് എന്തോക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഇത് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് തന്നെ തോന്നി. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം ടോട്ടലി തെറ്റാണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് കഴിവുള്ള ആളാണ്. അദ്ദേഹം അതീവ ബുദ്ധിമാനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ക നല്ല ക്യാരക്ടറാണ്. അദ്ദേഹം ഒരാളെയും ഒരു അസഭ്യം പറയാനോ അതുപോലെ ആരെയും അദ്ദേഹം ഒന്ന് തരം താഴ്ത്താനോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ടാലന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാലന്റ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ആ ടാലന്റ് ഉപയോഗിച്ചാണ് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നതും ഇൻകം സമ്പാദിക്കുന്നതും ഒക്കെ. സിനിമ തന്നെ അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്യുന്നു, അദ്ദേഹം തന്നെ പാട്ടെഴുതുന്നു, അദ്ദേഹം സംവിധാനം ചെയ്യുന്നു, അദ്ദേഹം കഥ എഴുതുന്നു. അങ്ങനെ നിരവധി കാര്യം അദ്ദേഹം ഒരേ സമയം ചെയ്തു പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ കേരള സമൂഹത്തിന് ശരിക്കും ഒരു വിഷമം തന്നെയാണ്. കാരണം അദ്ദേഹം അത്രത്തോളം നല്ല മനുഷ്യനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ഇദ്ദേഹത്തിന്റെ തലയിലും മനസ്സിലും ഒക്കെ ഇത്രത്തോളം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും വളരെ വിദഗ്ധമായിട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും ഒരാളെ നമ്മൾ തരം താഴ്ത്താനോ മാനസിക വൈകല്യം ഉള്ളാട്ടോ ഒന്നും ഒരു പൊതുവേദിയിൽ ഇരുന്ന് പറയാൻ പാടില്ല. ഇപ്പൊ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം, അവരാണോ ഏറ്റവും വലിയ ആൾക്കാരെന്നൊക്കെ തോന്നൽ അവർക്കുണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല മിസ്റ്റേക്സുകളും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതൊക്കെ നമ്മൾ അധികം പറയാൻ നിൽക്കാറില്ല. അത് സാധാരണക്കാരെ ആൾക്കാർ അതെല്ലാം വിട്ടുകളയുക ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് പോലെ ഒരു ചാരിറ്റി, അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഭൂരിഭാഗവും അദ്ദേഹം എത്ര ദൂരത്തായാലും എന്തുമാത്രം കഷ്ടപ്പെട്ടായാലും പാവപ്പെട്ട ജനങ്ങളുടെ മധ്യത്തിൽ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനൊന്നും ആരും പറയരുത്. താങ്ക് യു.